നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജനുവരി 2 വെള്ളിയാഴ്ച, ധനു 18. ന്യൂസ് ബ്രേക്സ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയത് സംബന്ധിച്ച വിവാദത്തെ വിമർശിച്ച് SNDP യോഗം മുഖമാസികയായ യോഗനാഥം. യാത്രാ വിവാദത്തിൽ തെളിയുന്നത് തൊട്ടുകൂടായ്മയുടെ വികൃതമുഖമെന്നാണ് വിമർശനം. CPIക്കെതിരെയും യോഗനാഥത്തിൽ വിമർശനമുണ്ട്. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആർ ശ്രീജിത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം ടെലിഫോണിൽ ആർ ശ്രീജിത്ത് നമുക്കൊപ്പം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയത് സംബന്ധിച്ച വിവാദത്തെ വിമർശിച്ചുകൊണ്ടാണ് SNDP യോഗം മുഖമാസികയായ യോഗനാഥത്തിൽ ലേഖനം ഇടം പിടിക്കുന്നത്. യാത്രാ വിവാദത്തിൽ തെളിയുന്നത് തൊട്ടുകൂടായ്മയുടെ വികൃതമുഖമാണ് എന്നാണ് വിമർശനം. CPIക്കെതിരെയും യോഗനാഥത്തിൽ വിമർശനം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഉള്ളടക്കം എന്താണ്, അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ് എന്നത് അല്പസമയത്തിനകം തന്നെ ആർ ശ്രീജിത്ത് പങ്കുവയ്ക്കും. CPIക്കെതിരെ വിമർശനമുണ്ട്. ഈഴവരാതി പിന്നാക്ക വിഭാഗങ്ങളാണ് CPIഎമ്മിൻ്റെയും CPIയുടെയും നട്ടെല്ല്. പക്ഷേ CPIയുടെ നവനേതൃത്വത്തിന് ഇപ്പോൾ ആ ബോധ്യമില്ല എന്ന വിമർശനമാണ് മുഖമാസികയിൽ ഇടം പിടിക്കുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ച് 78 വർഷം കഴിഞ്ഞിട്ടും അധസ്ഥിത വിഭാഗങ്ങളോടുള്ള അയിത്തം തുടരുന്നതിൻ്റെ തെളിവാണ് ഇത്തരത്തിലുള്ള അപഹാസ്യ ചർച്ചകൾ എന്നാണ് വിമർശനം. യാത്രാ വിവാദത്തിൽ തെളിയുന്നത് തൊട്ടുകൂടായ്മയുടെ വികൃതമുഖമാണ് എന്ന് യോഗനാഥത്തിലെ യോഗനാഥം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച നിലപാട് വിശദീകരിച്ചതോടുകൂടി ഇത് പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് യോഗനാഥത്തിലെ വിമർശനം. ഇനി വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24 പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ്, അതുപോലെ കോഴിക്കോട്ട് നിന്ന് നിഖിൽ പ്രമേഷ്, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി എന്നിവർ വിശദാംശങ്ങളുമായി ചേരും. ആദ്യം തിരുവനന്തപുരത്തേക്കാണ്. ഇന്ന് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് അലക്സ് റാം മുഹമ്മദ് പങ്കുവയ്ക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ, അതുപോലെ സ്മാർട്ട് സിറ്റി ഇലക്ട്രിക് ബസ് വിവാദത്തിൽ കരാർ വ്യവസ്ഥകൾ KSRTC പാലിക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ. അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അലക്സ്, വാർത്താ സമ്പന്നമാണ്, പ്രതീക്ഷിക്കുന്ന വാർത്തകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ അലക്സ്? റിജിത്ത്, തീർച്ചയായും ഗുഡ് മോർണിംഗ്. അതായത് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കാര്യമായ, അതായത് വലിയ വാർത്തകളായി നിലനിൽക്കുന്ന വാർത്തകളുടെ തുടർ ഫോളോ അപ്പുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് പ്രത്യേകിച്ച് ശബരിമലയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SIT അന്വേഷണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SIT അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ഇതിലൊരു തീരുമാനം ഒരുപക്ഷെ ഉണ്ടായേക്കും. ഇത് എന്ന് വിളിപ്പിക്കും അടൂർ പ്രകാശിനെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ചോദിച്ചറിയുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എന്താണ്, ഇയാൾക്കൊപ്പമുള്ള ഫോട്ടോകളൊക്കെ പ്രചരിച്ചിരുന്നു, പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ചോദിച്ചറിയുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ശബരിമല അന്വേഷണം, SIT അന്വേഷണം തുടങ്ങി ഏതാണ്ട് 3 മാസം പിന്നിടുമ്പോഴും ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം, അതായത് അടിച്ചുകൊണ്ടുപോയ സ്വർണം, മോഷ്ടിച്ചു കൊണ്ടുപോയ സ്വർണം എവിടെ എന്നുള്ളതിൽ SITക്ക് ഇനിയും സ്ഥിരീകരണമില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പാളികളിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുത്ത് വിറ്റു എന്ന സംശയത്തിലും പാളികൾ അതേപടി പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന് വിറ്റുവെന്ന നിലയിലുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ശബരിമലയിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ ഈ പങ്കജ് ഭണ്ഡാരിയിൽ നിന്നും ഗോവർദ്ധനിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണവുമായി ശാസ്ത്രീയ പരിശോധന നടത്തും. ആ പരിശോധന ഫലം നിർണായകമാകും. കാരണം ഈ പാളികളിൽ നിന്നും രാസലായനി ഉപയോഗിച്ചാണ് സ്വർണം വേർതിരിച്ചെടുക്കുന്നത്. അങ്ങനെ വേർതിരിച്ചെടുത്താൽ ഈ പാളി രാസലായനിയിൽ നശിക്കുകയാണ് ചെയ്യുക. അങ്ങനെയെങ്കിൽ പഴയ പാളിയുടെ അളവിലുള്ള പുതിയ ചെമ്പ് പാളികളിൽ വീണ്ടും സ്വർണം പൂശി ശബരിമലയിൽ സ്ഥാപിച്ചു എന്നാണ് SITയുടെ പ്രാഥമികമായ ഒരു സംശയമുള്ളത്. അത് അതിന്റെ ഫലം അല്ലെങ്കിൽ അത് ഉറപ്പിക്കണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനാ ഫലം വരണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ ആ അന്വേഷണം പുരോഗമിക്കുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് പോലും വരുന്നത് അടൂർ പ്രകാശിനെ എന്ന് ചോദ്യം ചെയ്യും എന്നതുമായി ബന്ധപ്പെട്ട വിവരം SITയിൽ നിന്ന് വരുമ്പോഴാണ്. കടകംപള്ളിയും അതിനുശേഷം ഒരുപക്ഷെ വീണ്ടും ഒരിക്കൽ കൂടി SIT വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തേക്കും എന്നുള്ള വിവരങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്, നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്മാർട്ട് സിറ്റി ബസ്സുകളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. അതിൽ കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ മേയർക്കും കോർപ്പറേഷനും മറുപടിയുമായി രംഗത്തെത്തിയിരുന്നു. വേണമെങ്കിൽ സ്മാർട്ട് സിറ്റി വാങ്ങിയ 113 ബസ്സുകളും തിരിച്ചെടുത്തോട്ടെ, മേയർ എഴുതി തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ആ ബസ്സുകൾ കോർപ്പറേഷൻ നൽകാം. കോർപ്പറേഷന്റെ മാത്രം ബസ്സുകളല്ല, അതിന് സംസ്ഥാന സർക്കാർ 500 കോടി,
അതായത് 60% സംസ്ഥാന സർക്കാരാണ് വിഹിതം വഹിച്ചതെന്നടക്കം ഗതാഗത വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ആ വിവാദത്തിൽ നിന്ന് പിന്നോട്ട് പോകും കോർപ്പറേഷൻ എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. അതായത് ഈ ബസ്സുകളിടാൻ ആവശ്യത്തിന് സ്ഥലം കോർപ്പറേഷനിലുണ്ട്. അത് മാത്രമല്ല ബസ്സുകൾ തൽക്കാലം തിരിച്ചെടുക്കുന്ന കാര്യം കോർപ്പറേഷൻ ആലോചിക്കുന്നില്ല എന്നൊക്കെ മേയർ വി രാജേഷ് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഈ കരാർ വ്യവസ്ഥകൾ പാലിക്കുന്നില്ല എന്ന ഈ കോർപ്പറേഷന്റെ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകാനാണ് ഇപ്പോൾ കോർപ്പറേഷൻ തീരുമാനിച്ചിരുന്നത്. ശരി, അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് തെക്കൻ കേരളം പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് എന്ന കാര്യം പ്രേക്ഷകരോട് വിശദീകരിക്കുകയായിരുന്നു. ഇനി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് കൂടി തയ്യാറാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. മധ്യകേരളത്തിലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിനമാണ്. എറണാകുളം പറവൂരിൽ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ ഗുരുതര സ്വഭാവത്തിലുള്ള പരാതി ഈ യുവതിയുടെ കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമായി മാറും. എന്തൊക്കെ വാർത്തകൾ ഇന്ന് മധ്യകേരളം കേന്ദ്രീകരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട് വിഷ്ണു? ഗുഡ് മോർണിംഗ്. ഈ പറവൂരിലെ ഈ യുവതിയുടെ മരണം തന്നെയാണ് കൊച്ചിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയായി ഉയരാൻ പോകുന്നത്. അതിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. പറവൂർ സ്വദേശി കാവ്യമോളാണ് ഇന്നലെ വൈകിട്ടോടുകൂടി മരിച്ചത്. കാവ്യയെ 24-ാം തീയതി പറവൂരിലെ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അതിനുശേഷം പ്രസവത്തിന് ശേഷം അമിത രക്തസ്രാവം ഉണ്ടാകുന്നു. പിന്നീട് ഗർഭപാത്രം നീക്കം ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ ഹൃദയാഘാതം സംഭവിക്കുന്നു കാവ്യക്ക്. അതിനുശേഷം മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അതിനിടയിലാണ് മരണം സ്ഥിരീകരിക്കുന്നത്. ഈ നിലവിൽ പറവൂരിലെ ആശുപത്രിക്കെതിരെയാണ് കുടുംബം പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതിയിന്മേൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ FIR-ൽ ആരെയും പേര് പ്രതിപട്ടികയിൽ ചേർത്തിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ തുടർ നടപടി സ്വീകരിക്കൂ എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം മാത്രമേ പ്രതിപട്ടികയിലേക്ക് ആശുപത്രിയിൽ ചേർക്കണമോ എന്ന കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. നിലവിൽ FIR-ന്റെ പ്രാഥമിക വിവരത്തിൽ ഇന്ന ആശുപത്രിയിലാണ് ആളെ പ്രവേശിപ്പിച്ചത്, ഡോൺ ബോസ്കോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വിവരമുണ്ട്. അതിൽ ഇനി വിശദമായ അന്വേഷണം നടത്തേണ്ടത് പോലീസാണ്. കുടുംബമാകട്ടെ ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചു എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കുടുംബത്തിന്റെ പ്രതികരണമടക്കം ഇന്ന് വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഈ സേഫ് ബോക്സ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടൻ ജയസൂര്യയുടെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 2 ദിവസം തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ 7-ാം തീയതി തനിക്ക് സമൻസ് നൽകി വീണ്ടും വരാൻ പറഞ്ഞു എന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട്. അത് ശരിയല്ല, വസ്തുതാവിരുദ്ധമാണ് ആ പ്രചരണം എന്ന് ജയസൂര്യ വ്യക്തമാക്കുന്നു. ഈ പല ആളുകളും പരസ്യത്തിന് വേണ്ടി തങ്ങളെ ബന്ധപ്പെടുമ്പോൾ അവരെ സമീപിക്കുമ്പോൾ അവരുടെ പശ്ചാത്തലം എന്ത് എന്ന് പരിശോധിക്കാൻ തങ്ങൾക്ക് സാധിക്കാറില്ല. അല്ലെങ്കിൽ അത് അവരെന്തെല്ലാം കുഴപ്പങ്ങളിൽ ചെന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ പരിശോധിക്കാറില്ല. അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയില്ല. ഇതുവരെ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെല്ലാം നിയമാനുസൃതം എന്നും ജയസൂര്യ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണമായി ആദ്യമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകൾക്കും സാധ്യതയുണ്ട്. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇനി കോഴിക്കോട്ടേക്കാണ് നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിഖിൽ പ്രമേഷ്, ഗുഡ് മോർണിംഗ്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് പ്രതി ചാടിപ്പോയിട്ട് ദിവസങ്ങളാവുകയാണ്. ഇപ്പോഴും പോലീസിന് ഒരു തുമ്പുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണം എങ്ങനെയാണ്? ഇതുൾപ്പെടെ ഇന്ന് വടക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാന വാർത്തകൾ. നിഖിൽ പ്രമേഷ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് നിന്ന് നമ്മൾ പ്രധാനമായും ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകളിൽ ഒന്നാണ് ഈ പെരിന്തൽമണ്ണ ദൃശ്യ വധക്കേസിലെ പ്രതിയായിട്ടുള്ള വിനീഷ് എവിടെ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. കുതിരവട്ടം മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെ ശുചിമുറിയിൽ നിന്നാണ് ഇയാൾ ചുവര് തുരന്നുകൊണ്ട് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഈ പെരിന്തൽമണ്ണ ദൃശ്യ വധക്കേസ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ്. ഒരു പെൺകുട്ടി അവരുടെ വീട്ടിലെത്തി, ആ വീട്ടുകാരൊക്കെ അവിടെ ഉള്ളപ്പോൾ തന്നെ വീടിനകത്ത് കയറി കുത്തി കൊലപ്പെടുത്തുക, അതിക്രൂരമായി കൊലപ്പെടുത്തുക, അങ്ങനെ റിമാൻഡിലാക്കപ്പെടുകയും പിന്നീട് മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് കുതിരവട്ടം മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയൊക്കെ ചെയ്തിട്ടുള്ള പ്രതിയാണ് വിനീഷ്. അപ്പോൾ വിനീഷിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു രക്ഷപ്പെടൽ ഉണ്ടായി. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസിന് ഈ പ്രതിയെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. DCPയുടെയും മെഡിക്കൽ കോളേജ് ACPയുടെയും സ്ക്വാഡുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിരിക്കുകയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ. അതേസമയം ഈ അന്വേഷണ സംഘം കണ്ണൂർ ജയിലിലെത്തി. അവിടെയാണ് വിനീഷ് ഉണ്ടായിരുന്നത്. അപ്പോൾ കണ്ണൂർ ജയിലിലെത്തി പ്രതി വിനീഷുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസും ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഈ പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇതിനോടകം തന്നെ ഊർജിതമാക്കിയിട്ടുണ്ട്. തങ്ങളോട് പ്രതികാരം തീർക്കാനായി വിനീഷ് ഒരു പക്ഷേ മലപ്പുറത്ത് എത്തിയിരിക്കുമോ, പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുമോ എന്നുള്ള ആശങ്ക ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവർ ഇതിനോടകം തന്നെ അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വീഴ്ച തന്നെയാണ്. ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നൊരു പ്രതി രക്ഷപ്പെട്ട് ഇത്രയധികം ദിവസം കഴിഞ്ഞിട്ടും ഇയാൾ എവിടെ എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല. പ്രതി സംസ്ഥാനം വിട്ടോ എന്നതടക്കമുള്ള സംശയവും പോലീസിനുണ്ട്. ശരി, നിഖിൽ പ്രമേഷ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇനി ഡൽഹിയിലേക്കാണ്.
വളരെ പ്രധാനപ്പെട്ട വാർത്ത രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ച് വരുന്നുണ്ട്. അത് ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭം തുടരുന്നുണ്ട്. അതിൻ്റെ തുടർ വാർത്തകൾ എങ്ങനെയാണ്, കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നതൊക്കെ ശ്രദ്ധേയമാണ്. ന്യൂനപക്ഷ സമുദായമായ ഹിന്ദുക്കൾക്കെതിരെ അവിടെ അക്രമങ്ങൾ തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പുതുവത്സര തലേന്ന് 40-കാരനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ബൽറാം, വിവരങ്ങൾ എന്താണ് ബൽറാം? വെരി ഗുഡ് മോർണിംഗ് റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ബംഗ്ലാദേശിൽ കഴിഞ്ഞ 2 ആഴ്ചയോളമായി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ അതിക്രൂരമായ ആക്രമണങ്ങളാണ് നടന്നു വരുന്നത്. അതിന് സമാനമായ സംഭവമാണ് പുതുവർഷ തലേന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 40-കാരനായ വ്യവസായി, ഫാർമസി വ്യവസായിയായ ഗഗൻ ചന്ദ്ര എന്നയാളെയാണ് ആൾക്കൂട്ടം ആക്രമിച്ചിരിക്കുന്നത്. ഇയാളെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ സമീപത്തുള്ള കുളത്തിലേക്ക് ചാടി ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഗഗൻ ചന്ദ്രയെ നിലവിലിപ്പോൾ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഉണ്ടാകുന്ന 4ാമത്തെ അക്രമ സംഭവമാണ് ഇത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സുരക്ഷാ ജീവനക്കാരനായ വിജേന്ദ്ര ബിശ്വാസിനെ സഹപ്രവർത്തകൻ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തന്നെ വെടിവെക്കുന്നു എന്ന് പറഞ്ഞ ശേഷമായിരുന്നു സഹപ്രവർത്തകൻ ഇയാൾക്ക് നേരെ നിറയൊഴിച്ചത്. സമാനമായി തന്നെ അമൃത് മണ്ഡൽ എന്നയാളും ദീപു ചന്ദ്രദാസ് എന്ന വ്യവസായിയും ആൾക്കൂട്ട ആക്രമണത്തിൽ, അതിക്രൂരമായ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഈ സംഭവങ്ങളിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗമായ ഹിന്ദു വിഭാഗത്തിന് നേരെ ഇത്തരത്തിൽ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തടയാൻ ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചിരുന്നു എങ്കിൽ പോലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ബംഗ്ലാദേശിലെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ അറിയിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി ബൽറാം നെടുങ്ങാടി പങ്കുവെക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശിക്കും. പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റി യോഗത്തിന് അമിത്ഷാ അധ്യക്ഷത വഹിക്കും. ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട്. ബൽറാം, വിവരങ്ങൾ. ബൽറാം. വിജിത്ത്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശിക്കുകയാണ്. അദ്ദേഹത്തിന്റെ 1 മാസത്തിനിടെയുള്ള 2ാമത്തെ സന്ദർശനമാണ് ഇത്. ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റി യോഗത്തിന് വേണ്ടിയാണ് അദ്ദേഹം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇന്ന് എത്തുന്നത്. ഇന്ന് ദ്വീപിലെത്തുന്ന അദ്ദേഹത്തെ ലഫ്റ്റനന്റ് ഗവർണർ അഡ്മിറൽ DK ജോഷി സ്വീകരിക്കും. നാളെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റി യോഗം ചേരുന്നത്. ഡോളിഗഞ്ചിലെ ഡോക്ടർ BR അംബേദ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഓഡിറ്റോറിയത്തിൽ ഭാരതീയ ന്യായ സംഹിത സംബന്ധിച്ച ഒരു പരിപാടിയിൽ ആഭ്യന്തരമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം 12-നും അദ്ദേഹം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ VD സവർക്കറുടെ കവിതയുടെ 116-ാം വാർഷികാഘോഷത്തിനായി സന്ദർശനം നടത്തിയിരുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പശ്ചിമബംഗാളിലെ മുതിർന്ന CPIM നേതാവും മുൻ മന്ത്രിയുമായ കാന്തി ഗാംഗുലി ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഹാജരാകും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള മൊഴി രേഖപ്പെടുത്താനാണ് കമ്മീഷൻ കാന്തി ഗാംഗുലിയെ വിളിപ്പിച്ചത്. ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്ത ശേഷം പശ്ചിമബംഗാളിൽ സ്ഥിരതാമസമാക്കിയ ഹിന്ദുക്കളെയാണ് വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നാണ് കാന്തി ഗാംഗുലിയുടെ നിലപാട്. SIR പ്രക്രിയയെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും നടപടികൾ ചുരുങ്ങിയത് 3 മാസമെങ്കിലും സമയമെടുത്ത് നടത്തേണ്ടതായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ശക്തമായ സംഘടനാ സംവിധാനമുള്ള പാർട്ടികൾക്കാണ് SIR പ്രക്രിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുകയെന്നും കാന്തി ഗാംഗുലി പറഞ്ഞു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ മലിനജലം കുടിച്ചതിനെ തുടർന്നുണ്ടായ മരണസംഖ്യ സംബന്ധിച്ച് ഭിന്നത. കഴിഞ്ഞ ദിവസം പ്രദേശം സന്ദർശിച്ച മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 4 പേരാണ് മരിച്ചത് എന്ന് വ്യക്തമാക്കി. മണിക്കൂറുകൾക്കകം ഇൻഡോർ മേയർ പുഷ്യമിത്ര ഭാർഗവ 7 മരണങ്ങൾ സ്ഥിരീകരിച്ചു. അതേസമയം 6 മാസം പ്രായമായ കുഞ്ഞടക്കം 13 പേർ മരിച്ചതായി നാട്ടുകാർ പറയുന്നുണ്ട്. പ്രാഥമിക വിലയിരുത്തലിൽ കുടിവെള്ള പൈപ്പ് ലൈനിലെ ചോർച്ച കാരണം ഡ്രെയിനേജ് വെള്ളം കയറിയതാണ് ഭാഗീരഥ്പുരയിൽ പകർച്ചവ്യാധിക്ക് കാരണമായതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 1500ഓളം ആളുകൾക്ക് അസുഖം ബാധിച്ചതായും 200ഓളം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും പ്രദേശത്തെ MLAയും മന്ത്രിയുമായ കൈലാഷ് വിജയവർഗിയ അറിയിച്ചു. മരണസംഖ്യ സംബന്ധിച്ചുള്ള കണക്കുകളിലെ ഭിന്നത പരിശോധിക്കുമെന്ന് കൈലാഷ് വിജയവർഗിയ പറഞ്ഞു. മഞ്ഞിൽ മുങ്ങി കശ്മീർ. ശൈത്യകാലം എത്തിയതോടെ കശ്മീരിന്റെ മനോഹാരിത ആസ്വദിക്കാൻ നിരവധി പേരാണ് ദിനംപ്രതി എത്തുന്നത്.
പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ആളൊഴിഞ്ഞ കശ്മീർ താഴ്വര, ആളുകൾ വരാൻ മടിച്ചിരുന്ന സ്ഥലം. എന്നാൽ സ്ഥിതി ഇപ്പോൾ അങ്ങനെയല്ല. ശൈത്യകാലമെത്തിയതോടെ സജീവമായിരിക്കുകയാണ് കശ്മീർ. മഞ്ഞിൽ മൂടിയ വഴികൾ, കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് എത്തുന്നവർ നിരവധി. एक्सपीरियंस काफी अच्छा लग रहा है यहाँ पे, कि बाकी देख रहे हैं, धीरे धीरे एंजॉय कर रहे हैं. हम लोग को बहुत मजा आया है यहाँ पे. आज स्नोफॉल भी देखने को मिली, हम लोग को बहुत अच्छा लगा. फर्स्ट टाइम यहाँ पे कश्मीर में आए हैं, फर्स्ट स्नोफॉल है तो बहुत ही अच्छा लग रहा है. बड़ा अच्छा से विजुअल ब्यूटी है, वेरी ब्यूटीफुल है. लव फ्रॉम केरला. മൂടൽ മഞ്ഞിനിടെ ഭീകരരുടെ നുഴഞ്ഞുകയറ്റം തടയാൻ കനത്ത സുരക്ഷയിലാണ് കശ്മീർ. ഡൽഹിയിൽ നിന്നും YS അഭിനന്ദ്, 24. വർണ്ണവിസ്മയം തീർത്ത് വയനാട് അമ്പലവയലിലെ പൂപ്പൊലി അന്താരാഷ്ട്ര പുഷ്പമേള. 13 ഏക്കറിലാണ് പുഷ്പമേളയും വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുള്ളത്. മഞ്ഞു വീഴുന്ന വയനാട്ടിലേക്ക് സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് പൂപ്പൊലി. വർണ്ണപുഷ്പങ്ങളുടെയും അലങ്കാര സസ്യങ്ങളുടെയും വൈവിധ്യമാർന്ന ഉദ്യാനമാണ് മേളയുടെ പ്രധാന ആകർഷണം. ഡാലിയ, ആസ്റ്റർ, ഡയാന്തസ്, സീനിയ, കോസ്മോസ് തുടങ്ങിയ പുഷ്പങ്ങളും റിയോ, സബ്രീന, സെഡം, കാരിഷ്യ തുടങ്ങിയ അലങ്കാര ചെടികളും മേളയിലുണ്ട്. ഇപ്രാവശ്യം വലിയ പൂക്കളാണ് കൂടുതൽ എത്തിയിരിക്കുന്നത്. അതായത് ഡാലിയ, ആസ്റ്റർ ഉണ്ട്, പിന്നെ ചെണ്ടുമല്ലിയുണ്ട്, പിന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഡയാന്തസ് അടക്കമുള്ള വളരെ വെറൈറ്റി ആയിട്ടുള്ള പൂക്കളാണ് ഇന്ന്. സൂര്യകാന്തി അടക്കം വെറൈറ്റിയാണ് ഇന്ന് കാണാൻ സാധിക്കുക. ഇത് കൂടാതെ തന്നെ വളരെയധികം സെൽഫി പോയിന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് ഗാർഡൻ, മെലസ്റ്റോമ ഗാർഡൻ, റോസ് ഗാർഡൻ, കുട്ടികൾക്കുള്ള പാർക്ക്, റൈഡുകൾ തുടങ്ങിയവയും മേളയുടെ പ്രത്യേകതയാണ്. ഒത്തിരി ഇഷ്ടമായി. ഈ വർഷം കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആണ്. മലയോര മേഖലയിലെ കാർഷിക പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തി കാർഷിക ശില്പശാലകൾ, സെമിനാറുകൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമായുണ്ട്. വിവിധ കലാപരിപാടികളും അരങ്ങേറും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയും പൂപ്പൊലിയെ ആകർഷകമാക്കുന്നു. കൃഷിവകുപ്പും കാർഷിക സർവകലാശാലയും സംഘടിപ്പിക്കുന്ന പുഷ്പമേള ഈ മാസം 15 വരെ നീണ്ടുനിൽക്കും. അമ്പലവയലിൽ നിന്ന് മനു ദാമോദറിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. കടൽ കടക്കുന്ന കരവിരുതിന്റെ കഥയാണ് മലപ്പുറം നിലമ്പൂർ സ്വദേശി ബിച്ചാവയുടേത്. കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കും വിധമുള്ള മനോഹരമായ സൃഷ്ടികളാണ് പ്രവാസിയായിരുന്ന ബിച്ചാവ കൊത്തിയെടുക്കുന്നത്. ഇരുപത്തിയഞ്ച് വർഷം പ്രവാസിയായിരുന്നു ബിച്ചാവ. 7 വർഷമായി ശില്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. MT വാസുദേവൻ നായർ, M മുകുന്ദൻ, KS ചിത്ര, ഷിബു ചക്രവർത്തി തുടങ്ങി നിരവധി പ്രമുഖർ ബിച്ചാവയുടെ കരവിരുതിൽ പിറന്ന സൃഷ്ടികൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര മാർക്കറ്റിലും ബിച്ചാവയുടെ ശില്പങ്ങൾക്ക് വൻ ഡിമാൻഡാണ്. ഇത് ബീട്ടി, തേക്ക്, ഇത് ദുബായ് ഖത്തർ കുറേ ചെയ്ത് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ കുറേ 3-4 വെറൈറ്റി ഉണ്ട്. ആളിവിടെ വന്ന് പോയപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ട് കൊട്ടാരത്തിലുണ്ടോന്ന്. കൃഷ്ണൻ, ക്രിസ്തു, ഗാന്ധിയും തുടങ്ങി നരേന്ദ്രമോദി, പിണറായി വിജയൻ തുടങ്ങിയവരുടെ ശില്പങ്ങൾ വരെ ബിച്ചാവ് ഉണ്ടാക്കിയിട്ടുണ്ട്.
തയ്യൽ തൊഴിലാളിയായിരുന്ന ബിച്ചാവ ഇപ്പോൾ 15ഓളം പേർക്ക് തൊഴിലും നൽകുന്നുണ്ട്. മലപ്പുറം. പ്രമുഖ ധനകാര്യ സേവന ദാതാക്കളായ KLM മാക്സിവ ഫിൻവെസ്റ്റിന്റെ 26ാം സ്ഥാപക ദിനാഘോഷം നടന്നു. ദേശീയതല ഉദ്ഘാടനം കൊച്ചിയിൽ KSIDC ചെയർമാൻ C ബാലഗോപാൽ നിർവഹിച്ചു. ഉപഭോക്താക്കളുടെ എണ്ണം ഇരട്ടിയാക്കുകയും ഉപഭോക്തൃ സേവനങ്ങളുടെ ഡോർ സ്റ്റെപ്പ് ഡെലിവറിയുമാണ് രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന പദ്ധതിയുടെ ലക്ഷ്യം. സ്ഥാപക ദിനാഘോഷ പരിപാടികളിൽ KLM മാക്സിവ ചെയർമാൻ TP ശ്രീനിവാസൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിബു തെക്കുംപുറം, CEO മനോജ് രവി തുടങ്ങിയവർ പങ്കെടുത്തു. വീടുകളിൽ നേരിട്ടെത്തി ഉപഭോക്താക്കളുമായി സംവദിക്കുന്ന കണക്ട് ഇന്ത്യ ക്യാമ്പയിനും സ്ഥാപക ദിനാഘോഷത്തിൽ തുടക്കമായി. ഏതാണ്ട് 1 ലക്ഷം പേരാണ് രാജ്യത്തുടനീളം നമ്മൾ നടത്തുന്ന ഈ ഇൻവെസ്റ്റ 2006 പങ്കെടുക്കുന്നത്. അത്രമാത്രം ഇടപാടുകാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ വലിയ പിന്തുണയോടുകൂടി ഈ സ്ഥാപക ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് അഭിമാനമുണ്ട്. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും നൽകിക്കൊണ്ടാണ് നമ്മൾ 26ാം സ്ഥാപക ദിനം ആഘോഷിക്കുന്നത്. Private enterprises should be extremely cautious in using technology and also in finding the kind of clientele which we should be having as a company of this sort. So I'm glad I had this opportunity to see all of you on this day. So let me wish you all a very happy New Year, which I did not do in my letter. Because looking at you, I am really feeling more optimistic. So thank you very much for all of you for coming to this meeting. I need to be somewhere else at 6 o'clock, so I wish you all the very best. നോക്കാമിനി കായിക വാർത്തകൾ. ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ നാളെ പ്രഖ്യാപിക്കും. മുഹമ്മദ് ഷമിയും ഇഷാൻ കിഷനും സ്ക്വാഡിൽ തിരിച്ചെത്തുമോ എന്നതിലാണ് വലിയ ആകാംക്ഷ. 2020 ലോകകപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയും ഇന്ത്യ ന്യൂസിലാൻഡ് ഏകദിന പരമ്പരയ്ക്ക് ഇത്രമേൽ ഹൈപ്പിന് കാരണം 2 വെറ്ററൻസ്. പ്രായം 38ഉം 37ഉം ഒക്കെ ആയെങ്കിലും ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച 2 പേർ. ICC റാങ്കിങ്ങിലെ 1ഉം 2ഉം സ്ഥാനക്കാരായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. ഓസ്ട്രേലിയൻ പര്യടനത്തിൽ രോഹിത് ശർമ്മ താരമായപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വിരാട് കോഹ്ലിയുടെ അഴിഞ്ഞാട്ടമായിരുന്നു. ഏകദിന പരമ്പരയ്ക്കുള്ള സ്ക്വാഡിനെ പ്രഖ്യാപിക്കുമ്പോൾ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ കഴിഞ്ഞാൽ സെലക്ടേഴ്സിന്റെ പേന വേഗത്തിൽ ചലിക്കുക ലിസ്റ്റിൽ ഇവരുടെ പേരെഴുതാനെന്നതിൽ തർക്കമില്ല. പ്രോട്ടീസിനെതിരെ സെഞ്ചുറിയോടെ തിളങ്ങിയ യശസ്വി ജയ്സ്വാളും ഋതുരാജ് ഗൈക്വാദും ടീമിൽ ഇടമുറപ്പിക്കും. പ്രത്യേകിച്ച് പരിക്കേറ്റ വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ തിരിച്ചുവരവ് വൈകുമെന്നതിനാൽ. KL രാഹുൽ 1ാം വിക്കറ്റ് കീപ്പർ സ്ഥാനം നിലനിർത്തുമ്പോൾ ബാക്കപ്പ് കീപ്പറായ ഋഷഭ് പന്തിന് പകരം ആഭ്യന്തര ക്രിക്കറ്റിൽ തകർത്തടിച്ച ഇഷാൻ കിഷൻ സ്ക്വാഡിലെത്തും. ലോകകപ്പ് ടീമിൽ ഇടം പിടിച്ച ഇഷാന് മതിയായ മാച്ച് ടൈം കൊടുക്കേണ്ടതും അനിവാര്യമാണ്. ലോകകപ്പ് മുന്നിൽ കണ്ട ഹാർദിക് പാണ്ഡ്യയ്ക്കും ജസ്പ്രീത് ബുംറയ്ക്കുമൊപ്പം അർഷ്ദീപ് സിംഗിനും കൂടി പരമ്പരയിൽ നിന്ന് വിശ്രമം കൊടുക്കാനാണ് സാധ്യത. വെറ്ററൻ പേസർ മുഹമ്മദ് ഷമി ടീമിലെത്തുമോ എന്നതിലാണ് ഏറ്റവും വലിയ ആകാംക്ഷ. ടീമിലെടുക്കാത്തതിനെതിരെ ഷമി നേരത്തെ പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. 3 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയ്ക്ക് 11-നാണ് തുടക്കമാവുക. 14, 18 തീയതികളിലാണ് മറ്റ് മത്സരങ്ങൾ. സ്പോർട്സ് ഡെസ്ക് 24. ഈ റിപ്പോർട്ടോടെ ന്യൂസ് ബ്രേക്സിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.